ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കും പല രീതിയിലുമൊക്കെ പറയണം എന്നുണ്ട്. നോക്ക് മക്കളെ, നോക്ക്, ഇത് ഞാൻ പെട്ടിക്കല്ല ഭാരതിയായിട്ട് വന്നിരിക്കുകയാണ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. ഓക്കെ, ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. വന്ന കുറച്ച് തിരക്കായ കാരണം പൊട്ടിക്കണോ വേണ്ടയോ എന്നാലോചിച്ചിരിക്കുമായിരുന്നു. വീഡിയോ ഇടണോ വേണ്ടയോ എന്നാലോചിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ വന്ന പിറ്റേ ദിവസം തന്നെ ഞാൻ പെട്ടിയൊക്കെ പൊട്ടിച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും പാക്ക് ചെയ്ത് വെച്ചു. അത് കാണിക്കാനാണ് ഈ വീഡിയോ എടുത്ത് വെച്ചത്. മെയിൻ ഇഷ്യൂ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഫോണിൽ വളരെ സ്പേസ് കുറവാണ്. അത് കാരണം എഡിറ്റ് ചെയ്യാൻ ഇത്രയും ലേറ്റായത്. ഓക്കെ, ഞാൻ കൊണ്ടുവന്നത് 2 ട്രോളി, പിന്നെ ഒരു ഹാൻഡ് ബാഗ്, അത് ഞാൻ ഹാൻഡ് ലഗേജിലിട്ടിട്ടാണ് കൊണ്ടുവന്നത്, പിന്നെ ഒരു ബാക്ക് പാക്ക്. പക്ഷേ ഇതെല്ലാം ഞാൻ ലഗേജിൽ കയറ്റി. എനിക്ക് ഷോൾഡർ പെയിൻ ഉള്ളത് കാരണം, ബിഫോർ ആക്സിഡൻറ്റിൻ്റെ സൈഡ് എഫക്റ്റ് ഉള്ളത് കാരണം എനിക്കധികം വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ഒരു പെട്ടി നിറച്ച് സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്കുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ്സ്. പിന്നെ ഞാൻ ഈ വരവിലല്ല, ആദ്യത്തെ വരവായിട്ടോ, ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തരം പറയുകയാണെങ്കിൽ കേട്ടിട്ട് ചിരിച്ച് കളയണേ, ആരും ഒന്നും വിചാരിക്കരുത്. ഞാൻ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചത്, ഞാൻ ടൗണിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങൾ, ട്രാവലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം ഞാൻ ഇടമണ്ണ വീട്ടിൽ നിന്ന് പുനലൂർ ഒരു വീട്ടിലേക്ക് ഒരു ഫ്ലാറ്റൊക്കെ എടുത്തു, അവിടത്തേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. അപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടാണ് പോയത്. പിന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നു. ഓൾമോസ്റ്റ് കിച്ചൺ ഐറ്റംസ് എല്ലാം ഞാൻ അവിടുന്ന് കൊണ്ടുവന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കൾക്കുള്ള സൺഗ്ലാസ്സൊക്കെയാണ് വാങ്ങിച്ചത്. ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ലേറ്റായിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫോണിൽ സ്പേസ് കുറവാണ്. ഓൾറെഡി 3 ട്രോളി ഇവിടെ നിന്ന് കൊണ്ടുപോയത് സ്കൈ ബ്ലൂ കളറിലെ ട്രോളിയാണ്. പിന്നെ അവിടുന്ന് 2 ട്രോളി വാങ്ങിച്ചതാണ് ഈ ട്രോളിയും. പിന്നെ വേറെ ഒരെണ്ണം, അത് അണ്ണാണം വരുമ്പം അണ്ണാൻ്റെ കയ്യിൽ ഒരു 20 കിലോ ആക്കി ഞാൻ കൊടുത്തു വെച്ചു. പക്ഷേ അണ്ണാണം വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്നെ ചീത്ത വിളിച്ചില്ലെന്നേ ഉള്ളൂ. 23 കിലോ ഉണ്ടായിരുന്നു, പാപം. ഞാൻ കുറേ പണി കൊടുത്തു. ഓക്കെ, ബാക്ക് പാക്കിനകത്ത് എൻ്റെ കുറേ അങ്ങോട്ട് വെറുതെ കെട്ടി വലിച്ചു കൊണ്ടുപോയ കുറേ തുണിയായിരുന്നു. അതെല്ലാം ഞാൻ അതേപോലെ തന്നെ വീണ്ടും ചുമന്ന് ഇങ്ങോട്ട് വന്നു. പട്ടി ചന്തയ്ക്ക് പോയ പോലെ ആയിപ്പോയി ആ ഒരു കാര്യത്തിൽ. അത് മൊത്തം ഇന്നറാട്ടോ ആ കവർ നിറച്ച് എനിക്കുള്ളതുകൊണ്ട്. പിന്നെ ഫെയർ ആൻഡ് ലവ്ലി, ഇത് വിട്ടൊരു കളിയില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ അഡിക്റ്റായൊരു പേഴ്സൺ എൻ്റെ നാത്തൂനാണ്. പുള്ളിക്കാരി ഫെയർ ആൻഡ് ലവ്ലിയുടെ വലിയൊരു ഫാനാണ്. പിന്നെ ഇപ്പം ഞങ്ങളൊക്കെ പണ്ട് യൂസ് ചെയ്യായിരുന്നെങ്കിലും ഇപ്പം ഞാനും അപ്പവും ഒക്കെ ഇതിന് അഡിക്റ്റായി തുടങ്ങി. പിന്നെ ഞാൻ ഇങ്ങനെ തപ്പുവാണ് ഓരോരുത്തരുടെ സാധനങ്ങൾ. അപ്പൂൻ്റെത്, പൊന്നൂൻ്റെത്, എൻ്റെ, പിന്നെ ക്ലാസ്സിലോട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ കുറച്ച്. ഇത് ശ്രീദേവി ചേച്ചിയുടെ, എൻ്റെ നിലമോളിലെ നിലേൻ്റെ അമ്മൂമ്മേൻ്റെ ഉപ്പൂപ്പൻ്റെ സാധനങ്ങളാണ്. ഇതെനിക്ക് നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് എറണാകുളത്തേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാനുള്ള സാധനമാണ്. പിന്നെ ഞാൻ എന്തൊക്കെ തപ്പുക, ആർക്കൊക്കെ എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ വെക്കണം എന്നൊക്കെ ഉള്ള സാധനങ്ങൾ. പിന്നെ ഞാൻ ദുരിയാൻ്റെ ചോക്ലേറ്റ് കൊണ്ടുപോകുന്നു. നമുക്ക് ദുരിയാൻ പഴമൊന്നും ട്രാവൽ ചെയ്യുമ്പോഴൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതിപ്പോൾ സെപ്പറേറ്റ് വണ്ടി ടാക്സി വിളിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഫ്രൂട്ട് വാങ്ങുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാൻ. ബസ്സിലും MRTയിലും ട്രെയിനിലും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഫ്ലൈറ്റിലൊട്ടും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് പുതിയൊരു ഐറ്റം, എന്താ പറയുക, പെയിൻ കില്ലറിൻ്റെ മരുന്നാണ്. ഇത് ഞാൻ എൻ്റെ ചേച്ചിക്ക്, എൻ്റെ ഉണ്ണിനാണ്, എൻ്റെ കുഞ്ഞുപാവ വന്നു. അപ്പം ഉണ്ണിമോക്ക് വാങ്ങിച്ച ബാഗാണ്. അവൾക്ക് കുറച്ച് സാധനങ്ങളെല്ലാം. അപ്പോൾ ചേച്ചിക്ക് ഡെലിവറി കഴിഞ്ഞുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പെയിൻ, നടുവ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പെയിൻ വരുവാണെങ്കിൽ ചേച്ചിക്ക് യൂസ് ആകുമെന്ന് വെച്ചിട്ട് ഞാനൊരു എക്സ്ട്രാ ഒരു തൈലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ അത് ചേച്ചി എടുക്കും, ഇല്ലെങ്കിൽ അത് ഈ റോഡിലോട്ട് സൗമ്യ ചേച്ചിക്ക് കൊടുത്തു വിടും. ഇത് എനിക്കും പൊന്നിനും ഒരുപോലെ വീട്ടിലിടാൻ വാങ്ങിച്ചതാട്ടോ. ഒരു എക്സലും ഒരു ലാർജും വാങ്ങിച്ചു. ആക്ച്വലി അവൾക്ക് ലാർജിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എൻ്റെ സൈസാണ് ലാർജ്. പിന്നെ എന്താ പറയുക, ആ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ബാഗ് ഇരിക്കുന്നുണ്ടോ, ബാഗല്ല, ഒരു കുഞ്ഞു കവറ് പച്ച കളറിലെ. അത് ആക്ച്വലി ക്രിസ്മസ് തീമിൻ്റെ ഒരു ഫുൾ ഇതുള്ളൊരു കവറാണ്. ഞാൻ ഒരു കടക്കാരെ രീതിയിൽ ചോദിച്ച് വാങ്ങിച്ചത്, എനിക്ക് കവർ തരുമോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ എല്ലാവർക്കും വാച്ച് വാങ്ങി കേട്ടോ. ബോയ്സിന് എല്ലാവർക്കും വാച്ച് വാങ്ങി. പിന്നെ എൻ്റെ ക്ലാസ്സിലെ സ്റ്റാഫുകൾക്ക് ഞാൻ വാച്ച്, ഒരു പെർഫ്യൂമും
കുറച്ച് ചോക്ലേറ്റുമാണ് വാങ്ങിച്ചത്. അവർക്ക് സ്പെഷ്യലായിട്ട് എന്ത് വാങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന കുറേ ബാഗാണ്. ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞാൻ ബാഗാണ് കൊണ്ടുവന്നത്. എനിക്ക് ബാഗ് ഭയങ്കര ഒരു ക്രേസാണ്. അപ്പം ബാഗാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത്. ബിന്ദുവേച്ചിക്ക് ബാഗ് കൊണ്ടുവന്നു, പൊന്നൂന് ബാഗ് കൊണ്ടുവന്നു, പിന്നെ മഞ്ജുമയ്ക്ക് കൊണ്ടുവന്നു, ആര്യയ്ക്ക് കൊണ്ടുവന്നു, അമൃതയ്ക്ക് കൊണ്ടുവന്നു, അതുല്യയ്ക്ക് കൊണ്ടുവന്നു. ഈ ബാഗിന് തന്നെ മൊത്തം വെയിറ്റ്. ഞാൻ ആഗ്രഹിച്ച് തയ്പ്പിച്ചൊരു ഡ്രസ്സാണിത്. പക്ഷേ ബ്ലൗസ് തയ്ച്ചത് ഓക്കെ, എനിക്ക് പ്രശ്നമില്ല. ആദ്യം എനിക്ക് കഴുത്തിറക്കിയിട്ടില്ലായിരുന്നു, അത് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തു, തയ്പ്പിച്ച്. രണ്ടാമത് എൻ്റെ സ്കേർട്ട്, ഹൈറ്റെന്ന് പറഞ്ഞൊരു സാധനമില്ല എൻ്റെ സ്കേർട്ടിന്, നീളമില്ല. എൻ്റെ പാവാട തയ്പ്പിച്ച് കൊള്ളാക്കി. ഇത് ആക്ച്വലി ഞാനതൊരു കസ്റ്റമറിന് വാങ്ങിച്ച മെറ്റീരിയലാണ്. ലാസ്റ്റ് എൻ്റെ തലയ്ക്ക് അടിച്ചതാണ്. പുള്ളിക്കാരി ലാസ്റ്റ് എടുത്തില്ല. പിന്നെ എന്ത് ചെയ്യാനാ, ഞാനത് എനിക്ക് വേണ്ടി തയ്പ്പിച്ചു. പക്ഷെ തയ്പ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല മെറ്റീരിയൽ, നല്ല ക്വാളിറ്റിയുള്ള, നല്ല കോസ്റ്റായത്. ഏകദേശം 3,900 അടുപ്പിച്ച് മാത്രം കോസ്റ്റായി. എന്നിട്ട് ലാസ്റ്റ് അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തയ്പ്പിക്കേണ്ട അവസ്ഥ. തയ്പ്പിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എൻ്റെ പാവാട എനിക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിക്കായിപ്പോയി. കാരണം വെച്ചാൽ ഹൈറ്റ്, എൻ്റെ ഒന്നാമത് എനിക്ക് ഹൈറ്റില്ല. അപ്പോൾ ആ പാവാടയ്ക്കും കൂടി നീളമില്ല എന്നായപ്പോഴേക്കിനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഈ കവറിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തും സൺഗ്ലാസസാണ്. ഇത് വലിയ ആൾക്കാർക്കുള്ളതാണ്. ഞങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോകാറുണ്ട് സ്കൂട്ടിയിൽ തെണ്ടിത്തിരിഞ്ഞ്. അപ്പം വെയിൽ കൊള്ളാതിരിക്കാൻ ഞാനാണ് ഏറ്റവും കൂടുതൽ സൺഗ്ലാസ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി. എനിക്ക് സൺഗ്ലാസ് വേണം. പക്ഷേ വേണം, ഞാനിങ്ങനെ എടുത്ത്. അപ്പോൾ എല്ലാവരും സൺഗ്ലാസ്സൊക്കെ വെച്ച് ഫോട്ടോസ് എടുക്കാൻ നല്ല രസമാണല്ലോ. അപ്പം അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ ഞാൻ സൺഗ്ലാസ്സൊക്കെ വാങ്ങിച്ചു. എനിക്കങ്ങോട്ട് എന്താ പറയുക, കുറേ സാധനങ്ങൾ കാരണം ആർക്കൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് മൊത്തത്തിൽ ഡൗട്ടായിപ്പോയി. പിന്നെ ഇതിനകത്ത് ഫുള്ള് ബ്രഷ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആ വീട്ടിലേക്ക് ഞാൻ വാങ്ങിച്ചതാണ്. അമ്മ കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എക്സ്ട്രാ കൊണ്ടുവരും. വീട്ടിലൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ, പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ ഞങ്ങളുടെ അമ്മാമ്മ വീട്ടിലൊക്കെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഞങ്ങളൊക്കെ പോയി കൂടെ ഉള്ളപ്പോൾ ഒന്നെങ്കിൽ ഉമ്മിക്കരിയൊക്കെ എടുത്തിട്ട് പല്ല് തേക്കും, ഇല്ലേ അടുപ്പിൽ നിന്ന് 2 കരിക്കട്ടയൊക്കെ എടുത്ത് ഉപ്പൊക്കെ ചേർത്ത് പല്ല് തേക്കും. അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്മ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഓർമ്മയുള്ളതുകൊണ്ട് ഞാനും ഇതേപോലെ കുറച്ച് സാധനങ്ങൾ ഫ്ലാറ്റിലേക്ക് വാങ്ങിച്ചു വെച്ചു. പിന്നെ അപ്പൂസിന് മാമ്പഴത്തിൻ്റെ ഒരു ചോക്ലേറ്റും, പിന്നെ മുന്തിരി കിളിക്കുന്നതിന് മുന്നേ ഒരു പച്ച മുന്തിരി വരില്ലേ, അതിൻ്റെ ഒരു ചോക്ലേറ്റ് ഞാൻ ട്രൈ ചെയ്യാൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവനവന് കൊടുക്കാനുള്ള, എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ച്, ബാക്കി സാധനങ്ങൾ എനിക്ക് ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ആവാനുള്ള സാധനങ്ങളും ഞാനെല്ലാം പാക്ക് ചെയ്തു, റൂമെല്ലാം ക്ലിയർ ചെയ്ത്. അപ്പോഴേക്കും എനിക്കൊരു സമാധാനമായി. പിന്നെ ഒരു ഹാപ്പി ആയിരുന്നു. ഇനി കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെയൊക്കെ ഫേസ് കാണുമ്പോഴൊരു സന്തോഷമാണല്ലോ. മുന്നോട്ടും എൻ്റെ എല്ലാ വീഡിയോസും കാണണം നിങ്ങളെല്ലാവരും. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ മറക്കാതെ അമർത്തണം. ടേക്ക് കെയർ, ബൈ.